ജമ്മു കാശ്മീർ മുൻ ഗവർണർ ആണ് സത്യപാൽ മാലിക്. കൃത്യമായും മഹാവികാസ് അഘാദി സഖ്യം മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ വരേണ്ടതിൻ്റെ അനിവാര്യത വിളിച്ചോതിക്കൊണ്ട് അദ്ദേഹം ക്യാമ്പയിൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, BJPയുടെ ശവപ്പെട്ടിയിലെ അവസാന ആണിയായിരിക്കും മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നത് കൃത്യമായി വിവരിച്ചിരിക്കുകയാണ് അദ്ദേഹം. ജമ്മു കാശ്മീരിൽ BJP നടത്തുന്നത് ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത നടപടിയാണ്. ഏകാധിപത്യ നടപടി നടത്തുന്ന അമിത്ഷായെ ജനങ്ങൾ തീർച്ചയായും തിരസ്കരിക്കും. ഗുജറാത്തിൽ വലിയ രീതിയിൽ അഹങ്കാരത്തോടെ പെരുമാറുന്നു എന്ന് കരുതി അത് മറ്റു സ്ഥലങ്ങളിലും വ്യാപിപ്പിക്കാമെന്ന അമിത്ഷായുടെ മോഹം ജനങ്ങൾ കൃത്യമായി മറുപടിയിലൂടെ ബാലറ്റിലൂടെ കൊടുക്കുമെന്നാണ് സത്യപാൽ മാലിക് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ജമ്മു കാശ്മീരിൽ ഇപ്പോൾ ലഫ്റ്റനന്റ് ഗവർണറായി ഇരിക്കുന്നത് BJPയുടെ ഏജന്റായ മനോജ് സിൻഹയാണ്. കൃത്യമായി സംഘപരിവാർ അജണ്ടകൾ ജമ്മു കാശ്മീരിൽ നടപ്പിലാക്കാൻ വേണ്ടിയാണ് മനോജ് സിൻഹയെ അവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഏത് നറുകേടിനും കൂട്ടുനിൽക്കുന്ന നേതാവാണ് മനോജ് സിൻഹ എന്നുള്ളത് ഇത്രയും നാളുകൊണ്ട് തെളിയിച്ച കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മുൻ ഗവർണറായ സത്യപാൽ മാലിക്കിൻ്റെ വാക്കുകൾ എത്രത്തോളം പ്രാധാന്യത്തോടെ കേൾക്കുന്നു എന്ന് മനസ്സിലാകുന്നത്. 3 ഘട്ടങ്ങളിലായാണ് ജമ്മു ആൻഡ് കാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. 86 സീറ്റുകളിലേക്കാണ് ജമ്മു കാശ്മീരിലെ വോട്ടെടുപ്പ്. എന്നാൽ ഹരിയാനയിൽ സെപ്റ്റംബർ 25-ാം തീയതിയാണ് വോട്ടെടുപ്പ്. ഇപ്പോൾ കൃത്യമായി സത്യപാൽ മാലിക് പറയുന്നത് ഈ 2 പ്രദേശങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ, അതായത് ജമ്മു ആൻഡ് കാശ്മീരിലെയും അതുപോലെ ഹരിയാനയിലെയും തെരഞ്ഞെടുപ്പിൽ BJP തകർന്നറിയപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും BJP തോൽക്കും. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പോടുകൂടി BJPയുടെ പതനം പൂർണ്ണമാവുകയും ചെയ്യും. കൃത്യമായി എല്ലാ രീതിയിലും BJPയുടെ ഹിഡൻ അജണ്ട എന്താണെന്ന് മനസ്സിലാക്കിയ ആളാണ് താൻ എന്നാണ് സത്യപാൽ മാലിക് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹം രാജ്യസഭ MP കൂടിയായിരുന്ന വ്യക്തിയാണ്. BJPക്ക് ഒരു നാൾ അദ്ദേഹത്തിന് വലിയ വിശ്വാസവുമായിരുന്നു. BJPയുടെ ദേശീയ ഉപാധ്യക്ഷൻ കൂടിയായിട്ടുള്ള നേതാവാണ് സത്യപാൽ മാലിക്. എന്നാൽ അമിത്ഷായും നരേന്ദ്രമോദിയും BJPയെ എന്ന് കൈക്കലാക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ മറ്റു നേതാക്കളെയെല്ലാം തിരസ്കരിക്കുന്ന നടപടിയാണ് അവരിൽ നിന്നും ഉണ്ടായത്. മറ്റു നേതാക്കളൊന്നും ഒരു രീതിയിലും പ്രതികരിച്ചുകൂടാ. ഇതെന്ത് വെള്ളരിക്ക പട്ടണമോ എന്ന രീതിയിലാണ് സത്യപാൽ മാലിക് പലതും ചോദിക്കുന്നത്. ഈ രാജ്യത്തൊരു ജനാധിപത്യ സംവിധാനമുണ്ട്, അതിൽ ഉറച്ചു നിന്ന് തന്നെയാണ് എല്ലാവരും പ്രതികരിക്കേണ്ടത്. അതല്ലാതെ തോന്നുന്ന രീതിയിൽ നടപ്പിലാക്കാൻ കഴിയില്ല. ഇത് ഏകാധിപത്യ രാജ്യമൊന്നുമല്ല. ജനാധിപത്യത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അമിത്ഷായ്ക്ക് അറിയില്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം എന്നാണ് സത്യപാൽ മാലിക് പറയുന്നത്. നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ജനങ്ങൾ മറുപടി കൊടുക്കുമെന്നും വളരെ വൈകാതെ തന്നെ അവർക്ക് തൽസ്ഥാനം ഒഴിയേണ്ടി വരുമെന്നും മാലിക് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു.